Hello everyone, welcome to EduFix Academy. ഇന്ന് BEGC107 എന്നുള്ള ഒരു പുതിയ പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒഫീഷ്യലി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. BEGC107 എന്നുള്ള പേപ്പറിന്റെ ഫുൾ ടൈറ്റിൽ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ഇൻ 17th and 18th century. ഒരു 17-18 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് കാലഘട്ടം അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന പോയട്രിനെയും ഡ്രാമനെയും കുറിച്ചിട്ടാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. മറ്റുള്ള പേപ്പറുകളെ പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 4 ബ്ലോക്കാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ള റിവെഞ്ച് ട്രാജഡീനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു സെക്ഷനാണ്. ബ്ലോക്ക് 2 ജോൺ മിൽട്ടന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയങ്ങളായിട്ടുള്ള ലിസിഡസും സോണറ്റ്സും എൽ അലഗ്രോ എൽ പനസോറോ ഇങ്ങനെ ഒരു 4 പോയംസിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ബ്ലോക്കിൽ പഠിക്കുന്നത്. തേർഡ് ബ്ലോക്കിൽ ജോൺ ഡ്രൈഡന്റെ മാക്സ് ലക്നോ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വായിക്കാൻ ഇഷ്ടമുള്ള ഒരു കോമിക് സെക്ഷനും കൂടിയാണ് ജോൺ ഡ്രൈഡന്റെ മാക്സ് ലക്നോ എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് ബ്ലോക്കിൽ അലക്സാണ്ടർ പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ലോക്ക്. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ്, 4 ബ്ലോക്കാണ് നിങ്ങൾക്കുള്ളത്. അതിൽ ഓരോ ബ്ലോക്കിലും വ്യത്യസ്തമായിട്ടുള്ള റൈറ്റേഴ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലല്ലേ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന റൈറ്റേഴ്സിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് പേപ്പർ. തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു 1, 2, 3 എന്നുള്ള ആ ബ്ലോക്കിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ പേപ്പറിൽ നമ്മൾ ഏകദേശം എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും, ഇമ്പോർട്ടന്റും കുറച്ചും കൂടെ ഒരു 50% ഇമ്പോർട്ടന്റ് ഉള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ നിന്ന് ചില ചെറിയ ടോപ്പിക്സ്, ചെറിയ പോയിന്റ്സ് മാത്രമേ നമ്മൾ അതിന് കട്ട് ചെയ്ത് വിടുള്ളൂ. ബാക്കി എല്ലാ ഏരിയകളും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിറ്റ്സും യൂണിറ്റ് വൈസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ, പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പോയിന്റ് നോട്ട് കയ്യിൽ വെക്കുക. ഈ പോയിന്റ് നോട്ടില് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോയിന്റ്സ് എഴുതിയെടുക്കണം. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോയാൽ ചിലപ്പോൾ മെമ്മറിയിൽ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അമേരിക്കൻ ഒരു എന്താ പറയാ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് പോയട്രി ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു നമ്മള് ഒരു സിംപിളസ്റ്റ് ആയിട്ടുള്ള വഴിയിൽ പഠിക്കാൻ പറ്റില്ല. കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ. ഇപ്പൊ ഇതിൽ ഫസ്റ്റത്തെ ഡച്ചസ് ഓഫ് മാൽഫി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പൊ ഒരു ലിറ്ററേച്ചർ സെക്ഷനിലോട്ട് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു ഫോളോ ദിസ്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് നോട്ട് കയ്യിൽ വെക്കുക, മനസ്സിലാവുന്ന പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ PDF ഷെയർ ചെയ്യും. PDFന്റെ കൂട്ടത്തിൽ തന്നെ PDF വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റും വായിച്ചു നോക്കണം. എന്നെല്ലാം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിനും ഒരു കണക്ഷൻ ഉണ്ടാവും. അവര് ടെക്സ്റ്റ് മാത്രം വായിക്കുക അല്ലെങ്കിൽ PDF മാത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് എങ്ങാനും മിസ് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടും വായിക്കണം. കൂട്ടത്തില് ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ ലെസൺസ് നിങ്ങളെ കയ്യിൽ കാണേണ്ടത് ഈ ഒരു പോയിന്റ് നോട്ടുമാണ്. സെൽഫ് മെയ്ഡ് പോയിന്റ് നോട്ടാണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഫസ്റ്റത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഇന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ ജക്കോബിയൻ ഡ്രാമ ആൻഡ് ജോൺ വെബ്സ്റ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഈ ഒരു മൊത്തം ഈ ബ്ലോക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നടത്തുന്നത്. രണ്ടാമത്തെ യൂണിറ്റിലാണ് ജോൺ വെബ്സ്റ്ററിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ പ്ലേ റൈറ്റ്സും അദ്ദേഹം ഒരു ഡ്രമാറ്റിക് ആർട്ടിസ്റ്റും ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വർക്ക് പറയുന്നത്. തേർഡില് ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ള ഈ ഒരു വർക്കിന്റെ ഈ ഒരു ഡ്രാമയുടെ സമ്മറി. ആൻഡ് ലാസ്റ്റ് വണ്ണിലാണ് ഇതിന്റെ ക്യാരക്ടർ അനാലിസിസും ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോ നെക്സ്റ്റ് യൂണിറ്റ് ഈ 2, 3, 4 എന്നുള്ളത് ഞാൻ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അതിന്റെ ക്യാരക്ടർ പറഞ്ഞ് പിന്നെ അതിന്റെ സമ്മറി കൊടുത്ത് അങ്ങനെ നമ്മൾ ഒരു മിക്സ് ആയിട്ട് പോവാന്ന് ഉദ്ദേശിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ എല്ലാ കണ്ടന്റിനെയും ടച്ച് ചെയ്ത് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് പോവാ. ഓക്കെ, നോക്കാം. ഫസ്റ്റത്തത് യൂണിറ്റ് 1 ആണ്. ജക്കോബിയൻ ഡ്രാമയെ കുറിച്ചിട്ടാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം നമ്മൾ ജോൺ വെബ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ റൈറ്റർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് നോക്കുന്നത്. നിങ്ങളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ പോലെ ഓടിപ്പോയിട്ട് ഒരു ഭാഗം തരിക, അതിൽ ആ റൈറ്ററെ കുറിച്ചിട്ടും ആ ബുക്കും പഠിച്ച് മാത്രം പോന്നാൽ പോരാ. ഇഗ്നോന്റെ സ്പെഷ്യാലിറ്റി എല്ലാ യൂണിറ്റിലും എല്ലാ ബ്ലോക്കിലും അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് വർക്കാണോ ഏത് റൈറ്ററാണോ ആ റൈറ്റർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട്. ആ റൈറ്ററുടെ കാലഘട്ടം അതിന് മുൻപും പിൻപും പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തിലോട്ട് കയറാൻ പറ്റുക, ആ ഒരു റൈറ്ററിന്റെ വർക്ക്സിലോട്ട് കയറാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുണ്ടാവും ചെയ്യും. ഓക്കെ,
നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നോക്കുകയാണ്. ജോൺ വെബ്സ്റ്റർ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹി വാസ് ലിവ്ഡ് ഇൻ ദ ഏജ് ഓഫ് ക്യൂൻ എലിസബത്ത് ആൻഡ് ജെയിംസ് വൺ. ജെയിംസ് വണ്ണിന്റെ കാലഘട്ടത്തിലും ക്യൂൻ എലിസബത്തിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആൻഡ് ഇംഗ്ലണ്ട് പ്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് പോയറ്റ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ്, എക്സാമ്പിൾ വില്യം ഷേക്സ്പിയർ. അപ്പോ ഈ കാലഘട്ടത്തില് ജോൺ വെബ്സ്റ്റർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഈ ആർട്ടിനോട് ഇമ്പോർട്ടൻസ്, ആർട്ട് കൾച്ചറിനോടൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പോയറ്റ്സിനെയും ഡ്രാമാറ്റിസ്റ്റിനെയൊക്കെ അവർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതിന്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തമായിട്ട് ഉദാഹരണമാണ് വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ ഒക്കെ ക്യൂൻ എലിസബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ നന്നായിട്ട് പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വില്യം ഷേക്സ്പിയർ ക്യൂൻ എലിസബത്തിന്റെ കോർട്ടിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റൈറ്റർ ആയിട്ടൊക്കെ മാറിയത്. സോ വെബ്സ്റ്റർ ഹു വാസ് ബോൺ ഇൻ എലിസബത്തിൻ ഏജ്, എലിസബത്തൻ ഏജിലാണ് വെബ്സ്റ്റർ ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു എഴുത്തിലേക്ക് ലിറ്റററി കരിയർ അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും ജെയിംസ് ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോ ഇദ്ദേഹം ജനിച്ച ആദ്യ കാലങ്ങളിൽ എന്താണ്, എലിസബത്തൻ പീരീഡിലാണ് ജനിച്ചതെങ്കിലും കരിയർ തുടങ്ങുന്ന സമയമായപ്പോഴേക്കും ജെയിംസ് വണ്ണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യൂൻ എലിസബത്തിന് ശേഷം ക്യൂൻ എലിസബത്തിന് ശരിക്കും വിവാഹിതയല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു അനന്തരാവകാശി ഇല്ല. അങ്ങനെ വീണ്ടും ജെയിംസ് ഫസ്റ്റിനെയൊക്കെ ആദ്യം ഭരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വീണ്ടും അവരെന്നെ ഭരണത്തിൽ കയറുകയാണ്. അപ്പോ ജനിച്ചത് നമ്മൾ എത്ര നോക്കിയാൽ മതി, ജോൺ വെബ്സ്റ്റർ ജനിച്ചത് എലിസബത്ത് ഭരിച്ചിരുന്ന ക്യൂൻ എലിസബത്ത് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ അവർ എഴുതി തുടങ്ങിയത് എഴുത്ത് അവസാനിപ്പിച്ചതും ജെയിംസ് ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. ദ ഏജ് ഓഫ് ജോൺ വെബ്സ്റ്റർ കോൾഡ് ഏജ് ഓഫ് ട്രാൻസിഷൻ. ഓക്കെ, ഈ ഒരു കാലഘട്ടം ജോൺ വെബ്സ്റ്റർ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിനെ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് 16th സെഞ്ചുറി ആൻഡ് ഏർലി ഡിക്കേഡ് ഓഫ് 17th സെഞ്ചുറി. 16-ാം നൂറ്റാണ്ടിന്റെയും 17-ാം നൂറ്റാണ്ടിന്റെയും ഒരു 17-ാം നൂറ്റാണ്ടിന്റെ സോറി 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 17-ാം നൂറ്റാണ്ടിന്റെ സ്റ്റാർട്ടിങ്ങും ആയിരുന്നു ഈ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്ന പീരീഡ്. ഈ പീരീഡിൽ തന്നെയാണ് ജോൺ വെബ്. അപ്പൊ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എഴുത്തിന്റെ സ്ട്രീമിൽ നിന്ന് മറ്റൊരു എഴുത്തിന്റെ ഭാഗത്തൊക്കെ നമ്മൾ പോവാണ്. ആൻഡ് ഡ്യൂറിംഗ് ഹിസ് റെയിൻ, നമ്മളുടെ റെയിൻ വിച്ച് മീൻസ് REIGN ആണെങ്കിലും വായിക്കാൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാ റെയിൻ എന്നാണ് വായിക്കുക. ജെയിംസ് വണ്ണിന്റെ ഭരണ കാലഘട്ടത്തില് ദ കോർട്ട് ഓഫ് ഇംഗ്ലണ്ട് ലോസ്റ്റ് ഹിസ് ട്രഡീഷണൽ ഡിഗ്നിറ്റി. ഇംഗ്ലണ്ടിലെ കോർട്ട് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഡിഗ്നിറ്റി ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. ദ സ്റ്റേറ്റ് ബിസിനസ് വാസ് സെക്കൻഡറി ബിസിനസ് ടു ദ കിങ്. രാജ്യത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ രാജാവിനെ സംബന്ധിച്ച് ഒരു രണ്ടാം തരത്തിലോട്ട് അദ്ദേഹം വെച്ചു. കാരണം ഭരണകാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇൻട്രസ്റ്റഡ് അല്ല. ആൻഡ് ദ പ്രൈമറി ബീയിങ് ഹണ്ടിങ്. അയാൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പ്രോസസ് എന്താണ്, എപ്പോഴും ഇങ്ങനെ വേട്ടയാടി നടക്കുക. അതുകൊണ്ട് തന്നെ ഹിസ് വൈഫ് ഹാഡ് നോ ലവ് ഫോർ ഹിസ് ഹസ്ബൻഡ്. അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ വരെ ക്ലാഷസ് ആണ്. അപ്പൊ ഈ ജെയിംസ് ഫസ്റ്റിന്റെ ഭരണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ ഭരണം പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഭരണകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ഹണ്ടിങ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയ്ക്ക് പോലും ഭർത്താവിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവർ ഒരുപാട് കാര്യങ്ങളിൽ പരസ്പരം ഓപ്പോസിറ്റ് ആയിരുന്നു, പരസ്പര വിരുദ്ധത ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ജോൺ വെബ്സ്റ്ററിന്റെ കാലഘട്ടം അദ്ദേഹം എലിസബത്തൻ പീരീഡിൽ ജനിച്ച് ജെയിംസ് വണ്ണിന്റെ ഭരണ കാലഘട്ടത്തിലാണ് എഴുത്ത് തുടങ്ങുന്നതും എഴുത്ത് അവസാനിപ്പിക്കുന്നതും. ജോൺ വെബ്സ്റ്ററിന്റെ ആ ഒരു കാലഘട്ടത്തിലെ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. ഇനി ജെയിംസ് ഫസ്റ്റ് ഹാഡ് എ ഫേസ് മെനി പ്രോബ്ലംസ് ആൻഡ് പ്ലോട്ട്. നമുക്കറിയാം ജെയിംസ് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഭയങ്കര മോശം റെപ്രസെന്റേറ്റീവ് ആയിരുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഫസ്റ്റ് അൺസക്സസ്ഫുൾ കോൺസ്പിറസി ടു ഡിസ്പോസ് ജെയിംസ് വാസ് ഹാച്ച്ഡ് ബൈ ദ ലോർഡ് കോമൺ ഇൻ 16. Sorry for the delay. ജെയിംസ് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആയിരുന്നു
അദ്ദേഹത്തിന്റെ ഈ അൺസക്സസ്ഫുൾ കോൺസ്പിറസി ടു ഡിസ്പോസ് ജെയിംസിന്റെ ഭരണത്തിൽ നിന്ന് പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺസ്പിറസി എന്ന ഗൂഢാലോചന, അന്നത്തെ ഗൂഢാലോചന നടത്തിയിരുന്ന കോംബോ പ്രഭു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭു ഉണ്ട്. അദ്ദേഹത്തിന്റെ കോൺസ്പിറസികൾ, ഗൂഢാലോചന ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തത് അൺസക്സസ്ഫുൾ കോൺസ്പിറസി. ഈ in order to force James to grant religious toleration for the Catholic was formed a Vatican a Roman Catholic priest. ഇത് റോമൻസും ഈ കാത്തലിക്സും പ്യൂരിറ്റൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കണം. ഒരു ക്രിസ്തു മതവിഭാഗത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ് കാത്തലിക്സും പ്യൂരിറ്റൻസും. അപ്പോ കാത്തലിക്സ് ഒരു ഭാഗത്തും പ്യൂരിറ്റൻസ് ഒരു ഭാഗത്താണ്. ഏത് ഭാഗത്ത് ഇപ്പൊ കാത്തലിക്സ് വിശ്വസിക്കുന്ന രാജാവാണ് അവിടെ ഭരണത്തിൽ നിന്നുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ ഫേവർ കിട്ടുക. ഈ പ്യൂരിറ്റൻസിന്റെ മൈൻഡ് ചെയ്യേയില്ല. അപ്പൊ ഇവിടെ ജെയിംസ് വണ്ണിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവര് കൂടുതലായിട്ടുള്ള ഈ പിന്നെ റിലീജിയസ് മതപരമായിട്ടുള്ള ഗ്രാൻഡുകളൊക്കെ എങ്ങനെയായിരുന്നു കാത്തലിക്സിനാണ് കിട്ടിയിരുന്നത്. ജെയിംസ് ഫസ്റ്റ് ഒരു കാത്തലിക് ബിലീവർ ആണ്. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫോഴ്സസ് ഉണ്ടായിരുന്നു ഈ കാത്തലിക് ബിലീഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് തേർഡ്, മൂന്നാമത്തത് അൺസക്സസ്ഫുൾ ഗൺ പൗഡർ കോൺസ്പിറസി to blow up the king and parliament together was planned by Catholics Robert Cates and gay flights in 1605. 1605 കാത്തലിക്കാരും അതുപോലെ റോബർട്ട് കേറ്റ്സും വേറൊരു റോബർട്ട് കേറ്റ്സ് അതുപോലെ ഗേ ഫ്ലോക്സ് ഒക്കെ കൂടിയിട്ട് രാജാവിനെയും പാർലമെന്റിനെയും സ്ഫോടനം ചെയ്ത് നീക്കാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷെ അത് എന്താണ് ആസൂത്രണം ചെയ്തെങ്കിലും നടന്നില്ല. അപ്പൊ ഇങ്ങനെ രാജാവ് ഈ ജെയിംസ് ഫസ്റ്റ് ഭരണത്തിൽ ഇരിക്കുന്നതിന് ഒരുപാട് വിദ്വേഷമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മതപരമായിട്ട് തന്റെ ഒരു ഐഡിയോളജി ഉള്ള ആളുകൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ പുറത്താക്കി. കാരണം ഇദ്ദേഹം ഒരു ലീഡ് ചെയ്യാൻ പറ്റാത്തൊരു രാജാവാണ്. ഭരണത്തിൽ ഇൻട്രസ്റ്റഡ് അല്ല അദ്ദേഹം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു താല്പര്യം. ഇത് എന്താണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക്, അവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. Neither the Puritan nor the Roman Catholic were favored by the king. ഇവിടെ പ്യൂരിറ്റന്മാരോ അല്ലെങ്കിൽ എന്താണ് റോമൻ കാത്തലിക്സോ അവരൊന്നും പിന്നീട് രാജാവിനെ അനുകൂലിക്കുന്നില്ല. അവരൊക്കെ രാജാവിനോട് എതിരായിരുന്നു. ഇപ്പൊ കാത്തലിക്സിന് അദ്ദേഹം കൂടുതൽ ഫേവർ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ കാത്തലിക്സിനെ അദ്ദേഹം അല്ലെങ്കിൽ കാത്തലിക്സ് ആയ ആളുകളെയും അദ്ദേഹം മൈൻഡ് ചെയ്യാണ്ടായി. അല്ലെങ്കിൽ ആളുകൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കാണ്ടായി. The critical timbre of the age is reflected almost a form of literature, prose, poetry and drama. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു യുഗത്തിലെ ഈ ഒരു ഏജ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കൊണ്ട് ഇത് ഇത്തരത്തിലുള്ള പ്രോസിനെയും പോയട്രിനെയും ഡ്രാമനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിഷയങ്ങളും അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കാതായപ്പോൾ അത് അവരൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. നമ്മളിപ്പോ ഒരു വരൾച്ച വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൊറോണ വന്നപ്പോഴോ നമ്മളെ നാടിനെ ആ ഇൻസിഡന്റ് ബാധിക്കുന്ന പോലെ തന്നെ രാജാവിന്റെ ഭരണകാര്യങ്ങളിലുള്ള വീഴ്ചകൾ ഓരോ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഓരോ ഭരണത്തിലിരിക്കുന്ന ആളുകളെ ഡീറ്റെയിൽ ആയിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതായിരുന്നു ഇവരുടെ ഒരു തുടക്കകാലം. ഇപ്പൊ ജോൺ വെബ്സ്റ്റർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലിറ്റററി കരിയർ ഉണ്ടായിരുന്ന കാലഘട്ടം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ജക്കോബിയൻ ഡ്രാമന്റെ ഒരു ഇൻഫ്ലുവൻസിനെ ഒന്ന് നോക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടന്റുകള്. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ജക്കോബിയൻ ഡ്രാമ. ജക്കോബിയൻ ഡ്രാമകൾ എത്രത്തോളം നമ്മളുടെ റൈറ്ററൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇൻ ദ ജക്കോബിയൻ ഏജ് a number of writers like Bacon, Shakespeare, Daniel and other, although belonging to the age of Queen Elizabeth, continued to produce work even during the following period of James I. ഒരു ജക്കോബിയൻ കാലഘട്ടത്തില് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആയിരുന്നു ബേക്കൺ, ബേക്കൺ ഉണ്ടായിരുന്നു, ഷേക്സ്പിയർ ഉണ്ടായിരുന്നു, ഡാനിയൽ, ഇവർ പോലെ ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഈ കാലഘട്ടത്തിന് ഏകദേശം എന്താണ് പറയുന്നത്, ക്യൂൻ എലിസബത്തിന്റെ ഒരു പീരീഡും കൂടിയാണ്. ജക്കോബിയൻ പീരീഡിലും ക്യൂൻ എലിസബത്ത് ആണ് ഭരിച്ചിരുന്നത്. ഈ ഒരു പീരീഡിന് ശേഷമാണ് എന്ത് വന്നത്, ജെയിംസ് ഫസ്റ്റിന്റെ പീരീഡ് വരുന്നത് കേട്ടോ. So the coming generation of writers was bound into influenced by great masters like Shakespeare, Donne, Milton, Dryden of the preceding age. എന്താണ് പറയുന്നത്, വരാനിരിക്കുന്ന തലമുറയിലെ എഴുത്തുകാർക്കൊക്കെ എങ്ങനെയായിരുന്നു
ഈ ഷേക്സ്പിയറും ജോൺ ഡണ്ണിനെയും മിൽട്ടനെയും ഡ്രൈഡനൊക്കെ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് ഒക്കെ സ്വാധീനിക്കത്തക്ക തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ജക്കോബിയൻ ഡ്രാമ പീരീഡ് ഇവർ കൊടുക്കുന്നത്. ഇൻ ദ ഹാൻഡ് ഓഫ് ഷേക്സ്പിയർ ഇംഗ്ലീഷ് ട്രാജഡി ഹാസ് സ്ട്രെച്ച്ഡ് ദ സെനീത്ത് ഓഫ് ദ പെർഫെക്ഷൻ ആൻഡ് എക്സലൻസ്. ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ട്രാജഡി അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഇംഗ്ലീഷ് ട്രാജഡിയും എന്താണ് എന്നുള്ളത് ഏറ്റവും ഗംഭീരമായിട്ട് അറിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. സെനേക്ക ആൻഡ് മാക്കിവെല്ലി ആർ ദ നെയിം ഹു ഇൻഫ്ലുവൻസ്ഡ് ഡ്രാമ ഓഫ് ദിസ് ഏജ്. അപ്പൊ ഈ ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സെനേക്ക അതേപോലെ മാക്കിവെല്ലി പോലത്തെ പൗരപ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ റൈറ്റിംഗിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. The Italian philosopher and dramatist Seneca greatly influenced by Webster in the Nero's time. ഇനി ഇറ്റാലിയൻ തത്വചിന്തകനും നാടകൃത്തുമായിട്ടുള്ള നീറോയുടെ റൈറ്റുകളൊക്കെ വെബ്സ്റ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്? നീറോന്റെ സമയത്തുള്ള റൈറ്റർ ആയിരുന്നു സെനേക്ക. അപ്പൊ ഇവരുടെ സെനേക്കന്റെയും അതേപോലെ നീറോന്റെ റൈറ്റേഴ്സും ഒക്കെ വെബ്സ്റ്ററിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. വെബ്സ്റ്റർ ആൻഡ് ഹിസ് കണ്ടംപററീസ് ഫൗണ്ട് ഇൻ സെനേക്കൻ തീം ഓഫ് റിവെഞ്ച് മോസ്റ്റ് എക്സൈറ്റിംഗ് ആൻഡ് കാച്ചി ഓഫ് ദ വർക്ക്സ്. അതുകൊണ്ട് തന്നെ വെബ്സ്റ്ററും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളും ഈ സെനേക്ക അത്തരം ആളുകൾ എഴുതിയ വർക്കിന്റെ തീമുകളൊക്കെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അല്ലെങ്കിൽ അവർക്ക് അത്തരം വർക്കുകൾ കണ്ട് ഇൻസ്പയർ ആയിട്ട് അതുപോലെ എഴുതാൻ തുടങ്ങി. For the early Elizabethan tragedy like Kid, Marlowe and Shakespeare, as it was Seneca who provided the model. ഇപ്പോ നമ്മളെ തോമസ് കിഡ്, മാർലോ, ക്രിസ്റ്റഫർ മാർലോ, ഷേക്സ്പിയർ ഇവരെ പോലുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട്. ഈ എഴുത്തുകാരൊക്കെ സെനേക്ക അദ്ദേഹം ഒരു ഫേമസ് റൈറ്റർ ആണ്. ഇവരുടെയൊക്കെ മുൻപുള്ള പൂർവികന്മാർ അവരുടെ ഒരു മുത്തശ്ശനാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ റൈറ്റേഴ്സ് ഒക്കെ ഇവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരൊക്കെ എഴുതുന്ന തരത്തിലുള്ള കണ്ടന്റ് ഇവരും എഴുതുന്നുണ്ട്. Seneca's plays were mostly based on Greek mythology stories. സെനേക്കന്റെ വർക്കുകളിലൊക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഗ്രീക്ക് മിത്തോളജിക്കൽ സ്റ്റോറീസ് ആണ്. ഗ്രീക്കിന്റെ പൗരമായിട്ടുള്ള കഥകള്, കുറെ എന്താ പറയാ സംഭവങ്ങളൊക്കെ അല്ലേ, എന്താണ് ഈ അപ്പോളോ, നെപ്പോളിയൻ, അങ്ങനെ കുറെ പിന്നെ ഇതിന്റെ സൂര്യദേവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ദേവതമാരെ കുറിച്ചിട്ടൊക്കെ ആവും ഗ്രീക്ക് മിത്തോളജി. അപ്പൊ ഗ്രീക്ക് മിത്തോളജിനെ കുറിച്ചിട്ടാണ് സെനേക്ക എഴുതുന്നത്. ആൻഡ് ഓൾസോ എക്സ്ഹിബിറ്റഡ് മച്ച് ഓഫ് ദ ഫോർമൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രീക്ക് ഡ്രാമ. അതിന്റെ പോലെ തന്നെ ഒരു ഈ ഗ്രീക്ക് ഡ്രാമക്ക് കുറെ സവിശേഷതകളുണ്ട്, കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഈ സെനേക്കയുടെ ഒക്കെ വർക്കിലൂടെയാണ് പുറം ലോകത്തൊക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സെനേക്കൻ വർക്കിലൂടെയൊക്കെയാണ് ഗ്രീക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ദ ടോൺ ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹിസ് പ്ലേസ് വർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഗ്രീക്ക് പ്ലേ. ഗ്രീക്ക് പ്ലേയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, സെനേക്കൻ പ്ലേസ് വന്നിരുന്നത്. In England, with the publication of English translation of Senecan plays in 1559 to 1581, dramatists started writing in the theme of revenge. ഇനി 1559 മുതൽ 1581 വരെയുള്ള കാലഘട്ടത്തില് സെനേക്കയുടെ നാടകങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെ ഈ പിന്നെ എന്താ പറയാ ഒരു റിവെഞ്ച് എന്നുള്ള ഒരു തീമില്, പ്രതികാരം എന്നുള്ള തീമിൽ വർക്കുകൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോ നമ്മൾ ഈ ഒരു ഭാഗം ഒന്നും കൂടെ നോക്കാം. പിന്നെ നീറോനെയും സെനേക്കനെ പോലെ റൈറ്റേഴ്സിനെയൊക്കെ വെബ്സ്റ്റർ ഭയങ്കരമായിട്ട് അവരൊക്കെ സ്വാധീനിച്ചു. ഇപ്പൊ ആ കാലഘട്ടത്തിലത്തെ മികച്ച എലിസബത്തൻ ട്രാജഡി റൈറ്റേഴ്സ് ആയിട്ടുള്ള കിഡ്, തോമസ് മാർലോ, ക്രിസ്റ്റഫർ മാർലോ, ഷേക്സ്പിയർ പോലുള്ള എഴുത്തുകാരൊക്കെ ഈ സെനേക്കനെ പോലുള്ള പ്രാചീന എഴുത്തുകാരെ സ്വാധീനിച്ചു. സെനേക്കനെ പോലുള്ള റൈറ്റർ ആയിക്കോട്ടെ ഗ്രീക്ക് മിത്തോളജികളെ കുറിച്ചിട്ടും ഗ്രീക്ക് ഡ്രാമയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് എഴുതിയത്. പതിയെ പതിയെ ഇവരൊക്കെയാണ് പിന്നീട് വരുന്ന റൈറ്റേഴ്സ് ഇവരുടെ സംഭവങ്ങൾ പോലെ എഴുതാനും ഇവർ കൊണ്ടുവന്നിരുന്ന റിവെഞ്ച് ട്രാജഡി പോലുള്ള വർക്കിനൊക്കെ ഫോളോ ചെയ്യാനും തുടങ്ങി. In imitation of the Senecan tragedy, Thomas Sackville and Thomas Norton produced the Gorboduc first English tragedy. അങ്ങനെ ഇംഗ്ലീഷിൽ ആദ്യത്തെ ട്രാജഡി, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആദ്യത്തെ ട്രാജഡി എന്നുള്ള ഖ്യാതി ആർക്ക് കിട്ടി? ഗോർബോഡക്കിന് കിട്ടാണ്. ഓക്കെ,
ഈ സനേക്കിനൊക്കെ ഫോളോ ചെയ്തിട്ടാണ്, ഇവരുടെ പ്രിൻസിപ്പൽസിനൊക്കെ ഫോളോ ചെയ്തിട്ട് തോമസ് ആക്യുവല്ലി, തോമസ് നോർത്തനും എന്ത് ചെയ്തിട്ടുണ്ട്, ഗോർബോഡെക് എന്നുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗോർബോഡെക്കിനെയാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറയുന്നത്. പിന്നീട് കുറെ ട്രാജഡീസ് വന്നിട്ടുണ്ട്, എന്നാലും ഇതാണ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡി എന്ന് പറയുന്നത്. വൺ ഓഫ് ദ സെയിം തീം ഇൻ കിഡ് റോട്ട് ഇൻ സ്പാനിഷ് ട്രാജഡി. ഗോർബോഡെക്കിൽ കൊടുത്തിരിക്കുന്ന അതേ തീമോട് കൂടിയിട്ട് മിസ്റ്റർ തോമസ് കിഡ് എന്ത് ചെയ്തു, സ്പാനിഷ് ട്രാജഡി എന്ന് പറഞ്ഞ വർക്ക് 1587 ഇറക്കി. ആൻഡ് അതിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്ത ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ ക്രിസ്റ്റഫർ മാർലോ ദ ജൂ ഓഫ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വർക്കും കൊണ്ടുവന്നു. ഷേക്സ്പിയർ പിന്നീട് അദ്ദേഹത്തിന്റെ ഹാംലെറ്റ് കൊണ്ടുവന്നു. ഇറ്റ് പ്രൊജക്റ്റഡ് ദ തീം ഓഫ് റിവെഞ്ച്, എ ഫിലോസഫിക്കൽ ജോണർ. കുറച്ചും കൂടെ റിവെഞ്ച് എന്നുള്ള ഈ കണ്ടന്റിനെ കുറച്ച് ഫിലോസഫിക്ക് ആഡ് ചെയ്തൊരു ജോണറിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സെനേക്കൻ ട്രാജഡി ഫോളോ ചെയ്തിട്ട് ആദ്യം തോമസ് ആക്യുവല്ലി, തോമസ് നോർത്തനും ഗോർബോഡെക്ക് കൊണ്ടുവന്നു. തോമസ് കിഡ് സ്പാനിഷ് ട്രാജഡി കൊണ്ടുവന്നു. മാർലോ ദ ജൂ ഓഫ് മാൾട്ട, ഷേക്സ്പിയർ ഹാംലെറ്റ്. ഇങ്ങനെ വരിയായിട്ട് ഇവർ എന്ത് ചെയ്തു, ട്രാജഡികൾ എഴുതാൻ തുടങ്ങി. സോ ദ ട്രഡീഷൻ ഓഫ് റിവെഞ്ച് വാസ് ലേറ്റർ ഓൺ ഫോളോഡ് ബൈ Cameron of Bussy, D. Ambios, Orthorman of a Revenge Tragedy, and the Webster of White Devil and the Duchess of Malfi. അപ്പോ ഈ സനേക്കിന്റെ റിവെഞ്ച് ട്രാജഡീനെ ഫോളോ ചെയ്തിട്ട് ഗോർബോഡെക്കും സ്പാനിഷ് ട്രാജഡിയും ജൂ ഓഫ് മാൾട്ടയും ഹാംലെറ്റും വന്നു. അതിനുശേഷം നമ്മളുടെ റൈറ്റർ ആയിട്ടുള്ള ജോൺ വെബ്സ്റ്ററും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആളുകളൊക്കെ ഈ റിവെഞ്ച് ട്രാജഡി ഒരു തീമായിട്ട് എടുക്കാൻ തുടങ്ങി. ജോൺ വെബ്സ്റ്റർ കൊണ്ടുവന്ന റിവെഞ്ച് ട്രാജഡിയിലുള്ള തീമുകളിൽ 2 വർക്കായിരുന്നു ദ വൈറ്റ് ഡെവിളും ദ ഡച്ചസ് ഓഫ് മാൽഫി. നമുക്ക് പഠിക്കാനുള്ളത് ദ ഡച്ചസ് ഓഫ് മാൽഫി ആണ്. സോ ദ ഡച്ചസ് ഓഫ് മാൽഫി ഇസ് എ റിവെഞ്ച് ട്രാജഡി. പോയിന്റ് കിട്ടിയല്ലോ. So the another influence of Jacobean drama was that Machiavelli is the prince. പിന്നെ ഈ സെനേക്കൻ റൈറ്ററിന് ശേഷം പിന്നെ വന്നൊരു ഇൻഫ്ലുവൻസ് ആണ് മാക്കിവെല്ലിയുടെ ദ പ്രിൻസ് എന്ന് പറഞ്ഞ വർക്ക്. ഇത് മേജർ ചേഞ്ചസ് യൂണിവേഴ്സിറ്റി കരിക്കുലം, അതുവരെ എഴുതിയിരുന്ന കരിക്കുലത്തിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് ഈ ഒരു മാക്കിവെല്ലിന്റെ ദ പ്രിൻസ് എന്നുള്ള വർക്ക്. ഇതില് എന്താണ് വെച്ചാൽ സ്റ്റഡി ഓഫ് ആസ്ട്രോണമി, mathematics, physics, chemistry and other science replaced by study of logic, rhetoric and theology. അന്ന് വരെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരുന്നത് എന്താ വെച്ചാല് ഈ ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രങ്ങള്, മാത്തമാറ്റിക്സ്, കണക്ക്, ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം, കെമിസ്ട്രി, ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ മാറ്റി പിന്നീട് ലോജിക്, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങള്, റെറ്റോറിക്, പിന്നെ റെറ്റോറിക്കിന്റെ മലയാളം പറയാതിരിക്കുക നല്ലത്, റെറ്റോറിക് ആൻഡ് തിയോളജി, ദൈവശാസ്ത്രം, ഇതൊക്കെയാണ് എന്തുള്ളത് പിന്നീട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ പല വർക്ക്സുകളും എൻ്റെ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിനെ തന്നെ മാറ്റി കൊണ്ടുവന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ജക്കോബിയൻ ഡ്രാമയിൽ പറയുന്നത്. ജക്കോബിയൻ ഡ്രാമ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. സെനേക്കൻ റൈറ്റേഴ്സും അവരുടെ പുതിയ റൈറ്റിംഗ്സിനൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The brief history of English drama and tragedy before Webster. വെബ്സ്റ്റർ വരുന്നതിന് മുന്നേ ഇംഗ്ലീഷ് ഡ്രാമന്റെ ഒരു കിടപ്പും അതേപോലെ തന്നെ ഒരു എന്താ പറയാ ഇംഗ്ലീഷ് ഡ്രാമന്റെ ചെറിയൊരു ഹിസ്റ്ററിയാണ് പറയുന്നത്. The ancient Greek and Roman dramas were mostly worried with the religious ceremonies of people. പുരാതന ഗ്രീക്ക് റോമൻ നാടകങ്ങൾ കൂടുതലും ആളുകളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. The earliest dramatic portrayal of England is believed to have been a performance of Latin play in honor of Saint Catherine at Dunstable in okay. ഇവിടെ 1110 ഞാൻ വിളിക്കാം, സെഷൻ വിളിക്കാറ് ഓഫീസിൽ പറയാം. ഓക്കെ, ഏത് പോയിന്റാ പറഞ്ഞത്? ആദ്യ കാലഘട്ടത്തില് ആദ്യമായിട്ട് 1110 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു ഡ്രാമ ഇംഗ്ലണ്ടിൽ പ്രദർശിപ്പിച്ചത്. അത് സെന്റ് കാതറീന്റെ ഹോണർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നാടകമായിരുന്നു. ബൈ ദ ടൈം ഓഫ് റോമൻ കോൺക്വസ്റ്റ്, റോമക്കാര് അവരുടെ അധിനിവേശം തുടങ്ങിയ സമയത്ത് the form of religious drama has already entrenched itself to France and soon found its way to England.
റോമൻ അധിനിവേശത്തിന്റെ സമയമായപ്പോ മതപരമായിട്ടുള്ള നാടകത്തിന്റെ ഒരു രൂപം തന്നെ, ഒരു റിലീജിയസ് ഡ്രാമയുടെ ഒരു രൂപം തന്നെ അതിൽ എൻട്രി ചെയ്തിരുന്നു. ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഡ്രാമകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ ദ ബിഗിനിങ് ഡ്രാമ വാസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ചർച്ച്. ആദ്യ കാലഘട്ടത്തിൽ ഡ്രാമ കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്തത് ചർച്ച് ആയിരുന്നു. ദ ചർച്ച് ബിൽഡിംഗ് വർ യൂസ്ഡ് ടു പെർഫോമൻസ്. ചർച്ചിലായിരുന്നു കൂടുതലായിട്ടും ഇതൊക്കെ നാടകങ്ങൾ പെർഫോം ചെയ്തിരുന്നത്. അതേപോലെ ദ പ്രീസ്റ്റ് വേർ ദ പെർഫോമേഴ്സ് ആൻഡ് ലാറ്റിൻ വാസ് ദ ലാംഗ്വേജ് ഓഫ് എംപ്ലോയിഡ്. അപ്പൊ ഈ ലാറ്റിൻ ഭാഷയാണ് എന്തിന്റെ ഭാഷ? ഇവിടുത്തെ ചർച്ചിന്റെ ഭാഷ. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഡ്രാമകൾ പെർഫോം ചെയ്തിരുന്നത് ചർച്ചുകളിലായിരുന്നു. ഡ്രാമകളെ കൺട്രോൾ ചെയ്തത് ചർച്ചും ആയിരുന്നു. അഭിനേതാക്കള് പള്ളിയിലെ വികാരികളായിട്ടുള്ള പ്രീസ്റ്റ് ആയിരുന്നു. ദെൻ ക്രിസ്ത്യന്റെ ഒഫീഷ്യൽ ഭാഷയായിട്ടുള്ള ലാറ്റിൻ ആണ് ഉപയോഗിച്ചത്. ദ ഫോം ഓഫ് ഡ്രാമ വാസ് നോൺ ആസ് എ മിറാക്കിൾ ആൻഡ് മിസ്റ്ററി പ്ലേ. ഇത്തരത്തിലുള്ള ഡ്രാമകളെ പറഞ്ഞിരുന്നത് എന്താണ്? മിറാക്കിൾ അല്ലെങ്കിൽ മിസ്റ്ററി പ്ലേ എന്നാണ് പറഞ്ഞിരുന്നത്. Okay. Then the material of the mystery plays are drawn by Bible, and these plays expanded the mysterious abounds of religion. ഇത്തരത്തിലുള്ള മിസ്റ്ററി പ്ലേകൾ ബൈബിളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളുമാണ് അവർ ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, പള്ളിയിലാണ് ഡ്രാമ പെർഫോം ചെയ്തിരുന്നത്, പള്ളിയാണ് ഡ്രാമകളെ കൺട്രോൾ ചെയ്തിരുന്നത്. അതിന്റെ ഒരു കോപ്പി റൈറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ചർച്ചാണ്. പിന്നെ അതിനുശേഷം തന്നെ പ്രീസ്റ്റ് ആണ് അതിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്ന വേഷങ്ങളും അവരുടെ ഒരു എത്തിക്സിനോട് ചേർന്ന് നിൽക്കുന്നതും മാത്രമുള്ള അവരെന്ത് ചെയ്യുക? അഭിനയിക്കാം. സോ അത്ര മനസ്സിലായല്ലോ. ഇനി ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്ലേയുടെ സ്ട്രക്ചർ ആണ് കോർപ്പസ് ക്രിസ്റ്റി പ്ലേ. ഇറ്റ്സ് എ കളക്റ്റീവ് മിസ്റ്ററീസ്. ഒരുപാട് നിഗൂഢമായിട്ടുള്ള കൂട്ടായിട്ടുള്ള കുറെ രഹസ്യങ്ങൾ പറയുന്ന പ്ലേകളാണ്. ദ ഹോൾ സ്റ്റോറി ഓഫ് ദ ഫാൾ ഓഫ് മെൻ ആൻഡ് മാൻ റിഡംഷൻ. എന്താണ് ഈ കോർപ്പസ് ക്രിസ്റ്റി പ്ലേകൾ എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ പതനത്തിനെ കുറിച്ചിട്ടും മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. പിന്നുള്ളൊരു പ്ലേകളുടെ സെക്റ്റ് ആയിരുന്നു മൊറാലിറ്റി പ്ലേകള്. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ. ഇംഗ്ലീഷ് നാടകത്തിന്റെ ചരിത്രങ്ങളാണ് മൊറാലിറ്റി പ്ലേയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്റർലൂഡ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഷോർട്ട് ഡ്രമാറ്റിക് പീസ് ഓഫ് satiric rather than the religious of ethnic nature and purpose of far less serious than the morality play. എന്താണ് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്? ഇന്റർലൂഡ് പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരമോ വംശീയപരമോ ആയ സ്വഭാവത്തിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ള കളിയാക്കല് സച്ചേർ ചെയ്യുന്ന തരത്തിലുള്ള വർക്കുകൾ വരികയായിരുന്നു. അതിൽ ഇച്ചിരി എന്താ പറയാ ഒരു മൊറാലിറ്റി, കുറച്ച് ധാർമ്മികപരമായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെന്ന് ഉദ്ദേശിക്കുകയാണ്. കുറച്ച് അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വംശത്തിനെയോ കളിയാക്കുന്നതിന് പകരം അവര് ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് നിരക്കാത്ത ഡീഡ്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. The interlude dealing with old faith gave place to other and set forth teaching of reformation. പഴയ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർലൂഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മറ്റുള്ള പുതിയ പുതിയ കോൺസെപ്റ്റുകൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തു. ആൻഡ് പ്രോബ്ലം പ്ലേസ് ഉണ്ടായിരുന്നു. കോമിക് സീൻസ് വർ പ്രൊഡ്യൂസ്ഡ് റിലീസ് ഓഫ് സീരിയസ് മെഡീവൽ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അത് കുറച്ചും കൂടെ ലാഘവത്തോടെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോമിക് പ്ലേകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്ലേകളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഒരു മൊറാലിറ്റി പ്ലേകൾ വന്നു, ദെൻ കോർപ്പസ് ക്രിസ്റ്റി പ്ലേകൾ, മിസ്റ്റീരിയസ് പ്ലേകൾ വന്നു, മൊറാലിറ്റി പ്ലേ, ഇന്റർലൂഡ് പ്ലേ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് ഒരു മിഡീവൽ ആൻഡ് മാർലോവിയൻ ട്രാജഡി വന്നിട്ടുണ്ട്. ദ പ്രീ ഷേക്സ്പീരിയൻ ഡ്രാമകൾക്ക് മുന്നേ ക്രിസ്റ്റഫർ മാർലോ certainly ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിഗർ. ഷേക്സ്പിയർ ഈ നാടകങ്ങളൊക്കെ, ഷേക്സ്പിയറെ കുറിച്ച് നമുക്ക് അധികം പറയേണ്ട കാര്യമില്ലല്ലോ. ഇംഗ്ലീഷ് ഡ്രാമന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഡ്രാമ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുൻപുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്രിസ്റ്റഫർ മാർലോന്റെ ഈ ഷേക്സ്പിയർ വന്നിട്ടാണ് ഈ നാടകങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് വന്നത് ശരിയാണ്. പക്ഷെ അതിനു മുന്നേ ക്രിസ്റ്റഫർ മാർലോ വന്ന് ഇവിടെ കുറച്ചും കൂടെ ഒരു അടിത്തറ പാകിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ 4 പവർഫുൾ ട്രാജഡീസ് ആയിരുന്നു. ടംബർലൈൻ, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ദ ജൂ ഓഫ് മാൾട്ട ആൻഡ് എഡ്വാർഡ് ടു. ഇതിൽ ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടംബർലൈനും
Dr. Faustusum, the Jew of Malta, Edward II. These tragedies carry one central figure that consumed the lust for the power, beauty or nature. ഈ ട്രാജഡിയിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടാവും. ആ കഥാപാത്രമാണ് ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട ലസ്റ്റ് ആയാലും അതിന്റെ പവർ ആയാലും ബ്യൂട്ടി എന്താണ് ക്യാരി ചെയ്യുന്നത് സെൻട്രൽ കഥാപാത്രമാണ്. For the Middle Age, tragedy was thinking of kings and princes. ഒരു മധ്യകാലഘട്ടത്തിൽ ട്രാജഡി എന്ന് പറയുന്നത് രാജാക്കന്മാരെ കുറിച്ചും രാജ്ഞിമാരെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ബട്ട് ഫോർ മാർലോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇൻഡിവിജ്വൽ ഹീറോസ്. പക്ഷെ മാർലോനെ സംബന്ധിച്ചിട്ട് എന്താണ് ഈ പിന്നെ ഈ പ്രിൻസിനെയും ഇവരൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിലും രാജഭരണത്തിലൊന്നും ഇല്ലാത്ത അത്തരം ആളുകളെ കുറിച്ച് പറയാനായിരുന്നു. ആൻഡ് ട്രാജഡി ഡിക്ലൈൻ ദ ഫാൾ ഓഫ് ഹീറോ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫെയ്ത്ത്. എന്നിട്ട് ഇത് ട്രാജഡി ആകുന്നത് എങ്ങനെയാണ്? ഹീറോന്റെ പതനാണ്. ഹീറോന്റെ പതനം എങ്ങനെ? കൺട്രോൾ ഓഫ് ഫെയ്ത്ത്. വിധിക്ക് മുൻപിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പതച്ചു നിന്ന് പോകുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടാണ് ഇവര് മാർലോ ഒക്കെ ഈ ട്രാജഡിനെ കൊണ്ടുവന്നത്. ഇറ്റ് വാസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ഗോഡ് ആൻഡ് വാസ് റിഗാർഡഡ് ആസ് എ പണിഷ്മെന്റ് ഫോർ ദ സിൻസ്. എന്താണ് പറയുന്നത്? ഇത്തരത്തിലുള്ള മാർലോവിയൻ ട്രാജഡിന്റെ ഒക്കെ പ്രത്യേകത അല്ലെങ്കിൽ മിഡീവൽ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എന്തെങ്കിലും ദൈവത്തിന് നിരക്കാത്ത തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചിട്ടാണ് ഈ നാടകങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. സോ ദ എലമെന്റ് ഓഫ് സ്ട്രഗിൾ ഓർ കോൺഫ്ലിക്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർലോ. മാർലോന്റെ കഥകളിലൊക്കെ കുറച്ച് സ്ട്രഗിൾസും കോൺഫ്ലിക്റ്റും ഒക്കെ തന്നെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. The play of rhyming lines he introduced and perfected in blank verse. Blank verse കൂടെ തന്നെ rhyming words ഒക്കെ introduce ചെയ്തു. He gave English tragedy is a true meter and diction. English tragedy ആണെങ്കിലും അതൊരു പ്ലേ ആണെങ്കിലും കൃത്യമായിട്ടുള്ള മീറ്ററും ഡിക്ഷനും വെച്ച് എഴുതണമെന്ന് പറഞ്ഞു. Shakespeare tragedy would not have been possible without the Marlowean blank verse. മാർലോ അദ്ദേഹത്തിന്റെ ബ്ലാങ്ക് വേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഷേക്സ്പിയറിയൻ ട്രാജഡി ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ട്രാജിക് എലമെന്റ് ആയിട്ട് മാറില്ല. So Marlowe's tragedies are essentially one man play. അതുകൊണ്ട് തന്നെ മാർലോന്റെ പ്ലേകളൊക്കെ എന്താണ് വൺ മാൻ ട്രാജഡി ആണ് കേട്ടോ. അതിന് പ്രധാന എക്സാമ്പിൾ ആണ് അദ്ദേഹത്തിന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലേകൾ എന്താണെന്ന് നോക്കണം. ഇനി സെനേക്കൻ ആൻഡ് ഹൊറർ ട്രാജഡി എന്താണെന്ന് നോക്കണം. ഇത് കംപ്ലീറ്റ് ഒരു ട്രാജഡിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഇവിടെയൊക്കെ പറയുന്നത്. എലിസബത്തൻ ഏജില് ആൻഷ്യന്റ് ലേണിംഗ് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് ഗ്രീസ് ആൻഡ് റോം വെർ മച്ച് സ്റ്റഡീഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ്. എലിസബത്തൻ ഏജിന്റെ കാലഘട്ടത്തില് ഗ്രീസും അതേപോലെ റോമിന്റെ ഭാഷകളൊക്കെ പഠിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ കുറച്ച് മാസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ആൻഡ് ഫസ്റ്റ് ട്രാജഡി ഓഫ് സെനേക്കൻ സ്കൂൾ ടു ബി റിട്ടൺ ഇംഗ്ലണ്ട് ഇൻ ഗോർബോഡെക് ഓർ ഫെറക്സ് ഓർ പൊറക്സ്. ഈ ആദ്യമായിട്ടുള്ള ഇംഗ്ലീഷ് ട്രാജഡി എന്നുള്ള ഖ്യാതി പേര് ആർക്കാണ്? ഗോർബോഡെക്സിനാണ്. ഗോർബോഡെക് എന്നുള്ള പ്ലേന്റെ മറ്റൊരു പേരാണ് ഫെറക്സ് ആൻഡ് പൊറക്സ്. 1562 തോമസ് ആക്വലി ആൻഡ് തോമസ് നോർത്തനും ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് അൺറിവീൽഡ് ബൈ ഇമ്മൻസ് പോപ്പുലർ ഇംഗ്ലീഷ് ട്രാജഡി ഇസ് സ്പാനിഷ് ട്രാജഡി ബൈ കിൻഡ്. പക്ഷെ കുറച്ചും കൂടെ സെനേക്കൻ ട്രാജഡിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗോർബോഡെക്കും ഹൊറർ ട്രാജഡിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത് സ്പാനിഷ് ട്രാജഡിയും കൂടിയാണ് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളും ഒന്ന് നോക്കുക. ഇനി ട്രാജഡിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ ഫീച്ചേഴ്സ്? The images are used in plenty with very title of action and much narration. ഉപയോഗിക്കുന്ന ഇമേജസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമേജസ് എങ്ങനെയാവണം? ഇമേജസ് ആർ യൂസ്ഡ് കൂടുതൽ ഇമേജസ് ഉപയോഗിക്കുന്നു. അതേപോലെ നരേഷന് വളരെ കുറക്കുകയും ചെയ്യുന്നു. വളരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ നെടുനീള ഡയലോഗ്സ് പറയാതെ ആക്ഷൻസ് ചെയ്യുന്നു. ദ ഐഡിയ ഓഫ് ട്രാജഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്രൈം. ദുരന്തം എന്ന ആശയം ഒരു കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ട്രാജഡി. പിന്നെ യൂസ് ഓഫ് കോറസ് ടു എക്സ്പ്ലെയിൻ. ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോറസ് പാടുന്നുണ്ട്. ദർ ഇസ് നോ ഡ്രമാറ്റിക് റിലീഫ് ബിക്കോസ് ഇറ്റ് ഇസ് ആൻ അൺറിവീൽഡ് ട്രാജഡി. ഇതെന്താണ്? ആശ്വാസം കിട്ടാത്ത ദർ ഇസ് നോ ഡ്രമാറ്റിക് റിലീഫ്. നമ്മൾ ഇത് പഠിച്ച് അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞത് വായിച്ചു കഴിഞ്ഞത് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു ട്രാജഡി നടന്നൊരു എഫക്ട് ഉണ്ടാവും. കാരണം എന്താണ്? ആ ട്രാജഡിന്റെ സങ്കടത്തെ ഒഴിവാക്കി കളയുന്നില്ല. ദ മോട്ടീവ് ഓഫ് ദ ക്രൈം ഇസ് റിവെഞ്ച്. പ്രധാനമായിട്ട് നടന്നിരിക്കുന്ന എല്ലാ ട്രാജഡിന്റെയും മോട്ടീവ് എന്താണ്? റിവെഞ്ച്, പ്രതികാരമാണ്.
In the end, there is a tribution, divine punishment and same crime. ഈ അതേ കുറ്റത്തിൽ ഒരു ദൈവിക ശിക്ഷയോ അതല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഗോഡിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയോ കൊണ്ടാണ് ഈ ഒരു ട്രാജഡി അവസാനിപ്പിക്കുക. അപ്പൊ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ വാക്കുകൾ വിവർത്തനം കുറച്ച് അതുകൊണ്ട് ആക്ഷൻസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു ഡ്രമാറ്റിക് റിലീഫ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഷേക്സ്പിയർ. ഇപ്പൊ നമ്മൾ സെനേറ്റിനും പിന്നെ മാർലോ ട്രാജഡി ഒക്കെ പറഞ്ഞു. ഇനി ഷേക്സ്പിയറിയൻ ട്രാജഡികൾ പറയാണ്. ഷേക്സ്പിയർ ഹാസ് എ നമ്പർ ഓഫ് പ്ലേ. ഒതെല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ, മാക്ബത്ത്, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലേകളാണ്. ഇതിനൊക്കെ പ്യുവർ ട്രാജഡീസ് നമുക്ക് പറയുകയും ചെയ്യാം. They rank with the greatest tragedies in the world, both the ancient and modern time. ഇന്നത്തെ കാലാണെങ്കിലും അല്ലെങ്കിൽ പഴയ കാലാണെങ്കിലും ഒക്കെ ശരി, ഈ ഒതെല്ലോം ഹാംലെറ്റും കിങ് ലിയറും മാക്ബത്ത് ഒക്കെ തന്നെയാണ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡി എന്നുള്ള റാങ്ക് ലിസ്റ്റിൽ നിൽക്കുന്നത്. His tragedies are tale of suffering resulting in death and suffering that are not caused by fate, destiny or some other outside agency but the action of tragic hero himself. ഇനി ഇദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിയൻ ട്രാജഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാജഡിയിലെ ആളുകൾ അവസാനം മരണത്തിലോട്ടാണ് പോവുക. ഇനി അവരുടെ ട്രാജഡി വരാനുള്ള കാരണം അവർക്കുള്ള വിധിയോ അല്ലെങ്കിൽ അവരുടെ ഡെസ്റ്റിനിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയോ ഒന്നുമല്ല. എന്താണ്? ആ ട്രാജിക് ഹീറോ അയാൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തിനുള്ള പ്രതിഫലനം പോലെയാണ് കിട്ടുക. അപ്പൊ കിങ് ലിയർ ഒക്കെ വായിക്കുമ്പോൾ അറിയാം അല്ലെ, അച്ഛൻ 3 മക്കൾക്കുമായി സ്വത്ത് ഒരുമിച്ച് വീതിച്ചു കൊടുക്കാന്ന് പറയുന്നു. പക്ഷെ ചെറിയ മകളുടെ സംസാരത്തില് അദ്ദേഹത്തിന് കുറച്ച് കള്ളത്തരം തോന്നി. അവൾക്ക് മാത്രം ഭൂസ്വത്ത് കൊടുക്കാതെ മൂത്തവ രണ്ടാമർക്കും കൊടുക്കുന്നു. പക്ഷെ എന്താണ് അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത്? ചെറിയ മകള് മാത്രമേ ഉള്ളൂ. രാജാവിനെ പിന്നെ ടേക്ക് കെയർ ചെയ്യാം. സ്വത്തും രാജ്യമൊക്കെ കിട്ടിയ ആളുകൾ രാജാവിനെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതാണ് കാണുന്നത്. അപ്പോ രാജാവിന്റെ ഒരു ട്രാജിക് ആയിട്ടുള്ള എൻഡിങ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈ ക്ലാസ് എലൈറ്റ് ഹീറോ ഉണ്ടാകും. അയാളുടെ എൻഡിങ് മാത്രമേ കാണിക്കുള്ളൂ. And the tragic flaw, the character make him commit error after error, this error spelling doom. ഒരു ട്രാജിക് ഫ്ലോ ഉണ്ടാവും. ട്രാജിക് ഫ്ലോ പറഞ്ഞാൽ ഇതേ ക്യാരക്ടർ ഒരു തെറ്റ് ചെയ്യും, പിന്നെ ഒരു തെറ്റ് ചെയ്യും, അതിന് മറക്കാൻ വേറൊരു തെറ്റ് ചെയ്യും, അങ്ങനെ തെറ്റ് ചെയ്ത് അവസാനം അയാളുടെ മരണത്തിലേക്ക് പോകുന്ന പ്രോസസ്സിനാണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഷേക്സ്പിയറിയൻ വർക്കിൽ ഒരു ട്രാജിക് ഫ്ലോ ഉണ്ട്. ആൻഡ് ഷേക്സ്പിയർ ഓൾസോ ഇൻട്രൊഡ്യൂസ് സൂപ്പർ നാച്ചുറൽ. പിന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കുറെ എലമെന്റ്സ്, ഗോസ്റ്റിനൊക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. He introduced ghosts and witches who were supernatural knowledge. ഇപ്പൊ നമ്മൾ ഷേക്സ്പിയറിലെ മാക്ബത്തിൽ കാണുന്നുണ്ട് ഗോസ്റ്റിനെ, കിങ് ലിയറിൽ ഗോസ്റ്റിനെ കാണുന്നുണ്ട്. ഇങ്ങനെ കുറെ ഗോസ്റ്റും വിച്ചസിനെയൊക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. The supernatural is always placed in the closest relation to the character and action. ഇനി ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് പറഞ്ഞാൽ അതിലെ കഥയിലെ കഥാപാത്രം ഹീറോ ആരാണ്, ഹീറോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആവും. There is no poetic justice in Shakespearean tragedy. ഒരു തരത്തിലുള്ള പോയറ്റിക് ട്രാജഡികളും ഈ ഒരു ഷേക്സ്പിയറിയൻ ട്രാജഡിയിൽ ഇല്ല. അതിന് നമ്മള് ജോൺ വെബ്സ്റ്റർ എന്ന് പറഞ്ഞ റൈറ്ററെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ജോൺ വെബ്സ്റ്റർ, ഹി വാസ് എ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഓഫ് എലിസബത്തൻ ഏജ്. നമ്മൾ പറഞ്ഞു അല്ലെ, എലിസബത്തൻ കാലഘട്ടത്തിലെ പ്രശസ്ത റൈറ്റർ ആണ്. He attempted his skill to write comedies but could not get success. അദ്ദേഹം കുറെ തമാശ പോരത്തിലുള്ള വർക്ക് എഴുതാൻ തുടങ്ങി, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. His prose was essentially tragic. അദ്ദേഹത്തിന്റെ വർക്കൊക്കെ ഒരു ട്രാജിക് എലമെന്റ്സ് നിറഞ്ഞതായിരുന്നു. Nothing certain is known his parents, wife and children. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, കുറച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അറിയപ്പെടുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. He may be Jonas Webster's sons or heir of Jonas Webster of London. ഒന്നെങ്കിൽ ഒരു ജോഹന്നാസ് വെബ്സ്റ്ററിന്റെ മകനാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ച് പൗരപ്രമാണിയായിട്ടുള്ള ഒരാളുടെ മകനാണ്. Was recorded to have been admitted the medieval temple in 1593. 1598 അവിടുത്തെ ഒരു medieval temple ഇങ്ങനെ കുറച്ച് കണക്കുകളുണ്ട്. The preface of Momentum of Honor, he says that he was born free of the merchant tailors company. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം ഏതോ ഒരു മെർച്ചന്റ് ടൈലർ കമ്പനിയുമായിട്ട് അവിടെയാണ് ജനിച്ചത്. ആൻഡ് ഡച്ചസ് ഓഫ് മാൽഫി അദ്ദേഹം 1623 അദ്ദേഹം പ്രിന്റ് ചെയ്യുന്നത്. ഈ ഡച്ചസ് ഓഫ് മാൽഫി ആണ് അദ്ദേഹത്തിന്റെ കരിയർ ബ്രേക്കുള്ള മറ്റൊരു വർക്ക്. And he also a well-known dramatist, is considered as the last Elizabethan playwright. എലിസബത്തൻ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച അവസാനത്തെ പ്ലേറൈറ്റ് കൂടിയാണ് അദ്ദേഹം. His early work are collaboration of Middleton, Decker and Hayward. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ വർക്ക്സിലൊക്കെ മിഡിൽട്ടൺ, ഡെക്കറും അതുപോലെ ഹേവാർഡ് ഒക്കെ അദ്ദേഹത്തിന് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ കൂടെയൊക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്.
Later, The White Devil and Duchess of Malfi written by him alone. പിന്നീട് കുറെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് വർക്കുകളായിട്ടുള്ള The White Devil ഉം The Duchess of Malfi സ്വന്തം എഴുതാണ്. Both of them are tragedies based on the real life event took place in Italy, disturbing depiction of violence. ഈ രണ്ട് ട്രാജഡികളും പണ്ട് ഇറ്റലിയിൽ നടന്ന ഇൻസിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാജഡികൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് വയലിന്റെ പ്രസൻസോട് കൂടിയൊക്കെയാണ് ചെയ്യുക. He deals issues of class, conflict, love, politics, religion on the realistic manner. അദ്ദേഹത്തിന്റെ കഥകളിൽ എന്തുണ്ടാകും? പ്രണയവും രാഷ്ട്രീയവും മതവും എല്ലാം കലർന്നിട്ടുണ്ടാവും. ഇനി ജോൺ വെബ്സ്റ്ററിനെ കുറച്ച് ഇമ്പോർട്ടന്റ് വർക്ക്സുകളാണ് ടെക്സ്റ്റിലുള്ള അതേ വർക്ക്സുകൾ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നേ ഉള്ളൂ. The White Devil പബ്ലിഷ് ചെയ്തത് 1612 The Duchess of Malfi 1614 പെർഫോം ചെയ്തു, 1624 പബ്ലിഷ് ചെയ്തു. The Double Lock Case 1620 സ്റ്റേജിൽ കളിച്ചു, 23 പുസ്തകമായി. The Malcolm collaborated with Markson. The famous history of Sir Thomas Wyatt collaborated with Dekker. Dekker മാറ്റി collaborate ചെയ്ത് സർ തോമസ് വയാട്ടിനെ കുറിച്ചുള്ള പുസ്തകം എഴുതി. നോർത്ത് ഹോയ് collaborated with Dekker. Dekker മാറ്റി collaborate ചെയ്ത വർക്കാണ് നോർത്ത് ഹോയ്. A Pure of ഇത് റൗളിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തത്. അപ്പിയംസ് ആൻഡ് വെർജീനിയ കൊളാബറേറ്റ് ചെയ്തത് ഹേവുഡ്. ഇങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ളത് ഡച്ചസ് ഓഫ് മാൽഫിയും അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ള കുറച്ച് എന്താ പറയാ ഡച്ചസ് ഓഫ് മാൽഫി നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ വൈറ്റ് ഡെവിളും ഇത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം ഒരുപാട് ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതൊരു ട്രാജിക് പ്ലേ ആണെന്ന് പറഞ്ഞു. നമ്മളുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രാജിക് പ്ലേ ആണ്. അപ്പൊ എന്താണ് ട്രാജിക് പ്ലേ എന്ന് കൂടെ നോക്കാം. Seneca was a philosopher who introduced the theme revenge in play. റിവെഞ്ച് ട്രാജഡി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സനേക്ക അവരുടെ റൈറ്റിംഗിൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗിലാണ്. സോ തോമസ് ആക്യുവലി തോമസ് നോർത്തൺ പ്രൊഡ്യൂസ്ഡ് ഗോർബോഡക് ഇൻ ഇനീഷ്യൻ ഓഫ് സെനേക്കൻ ട്രാജഡി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ സെനേക്കൻ ട്രാജഡി എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഗോർബോഡക് എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിനുശേഷം തോമസ് കിഡ് സ്പാനിഷ് ട്രാജഡി, ക്രിസ്റ്റഫർ മാർലോ ജൂ ഓഫ് മാൾട്ട, ഷേക്സ്പിയർ ഹാംലെറ്റും പബ്ലിഷ് ചെയ്തു. അതേസമയത്ത് വെബ്സ്റ്റർ ഡച്ചസ് ഓഫ് മാൽഫിയും വൈറ്റ് ഡെവിളും പബ്ലിഷ് ചെയ്തു. ഈ ഒരു റിവെഞ്ച് ട്രാജഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദ മർഡറർ ക്രൈസ് ഫോർ റിവെഞ്ച്. ഈ മർഡർ ചെയ്ത ആള് പ്രതികാരം ചെയ്യാൻ വേണ്ടി കരയും. someone take up revenge as duty. ഒരാള് ഈ പ്രതികാരം ചെയ്യാന്നുള്ളത് ഒരു തൊഴിൽ പോലെ ഏറ്റെടുക്കും. The presence of cunning villain, bloodshed, ghost, dammering, play madness. ഒരു വില്ലൻ ഉണ്ടാകും, അയാളോട് എന്താണ് ബ്ലഡ്ഷെഡ് ചോര പൊടിയും ആളുകൾ തമ്മിലുള്ള ഫൈറ്റ്സ് ഒക്കെ കൂടും. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളാണ് എന്ത് ഈ റിവെഞ്ച് പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നും കൂടെ ഓടിച്ചു പോവാൻ ജക്കോബിയൻ ഡ്രാമയാണ് പറയുന്നത്. ജോൺ വെബ്സ്റ്റർ ഏത് കാലഘട്ടമാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രാമ എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡ്രാമ ഉണ്ടായി വന്ന ഒരു ഹിസ്റ്ററി, പിന്നെ മാർലോന്റെ ട്രാജഡി, സെനേക്കൻ ട്രാജഡി, ഷേക്സ്പീരിയൻ ട്രാജഡി നോക്കാം. പിന്നെ ആരെ കുറിച്ച് എഴുത്തുകാരനായിട്ടുള്ള ജോൺ വെബ്സ്റ്ററെ കുറിച്ചിട്ട് നോക്കി പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ക്ലിയർ ആയി. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ ഇത്രയും ഭാഗം വളരെയധികം ക്ലിയർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ഇനി നിങ്ങളൊരു സെക്ഷൻ ഇരുന്ന് വായിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, പോയിന്റ് നോട്ട്സ് ഒക്കെ ഒന്നും കൂടെ നോക്കി എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് എഴുതാം. ഇന്നത്തെ സെഷൻ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.